ഹലോ ഫ്രണ്ട്സ്, കാശീസ് വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടും ഒക്കെ മടി കൊണ്ടാണ് ചെയ്യാത്തത്. മടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം കുറേ നാളായിട്ടൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ അറിയാം, പക്ഷേ അതും ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമുക്ക് ഇന്നാണെങ്കിൽ ഇന്നെൻ്റെ ഒരു പഴയ ചുരിദാറാണ്. ഈ ചുരിദാർ വെട്ടി നമുക്കൊരു ചെറിയ സ്കർട്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കുറേ ചുരിദാറുകൾ നമുക്ക് കാണും, നമുക്ക് ഇടാൻ പറ്റാതെ, വണ്ണം വെച്ചിട്ടൊക്കെ ഇടാൻ പറ്റാതെ. പക്ഷേ ഈ യോക്കിൻ്റെ അവിടെ മാത്രമേ നമുക്ക് പ്രശ്നം കാണത്തുള്ളൂ. താഴോട്ട് നമുക്ക് നല്ല ലൂസായിരിക്കും. ഫ്രില്ലൊക്കെ വെച്ചിട്ടൊക്കെ ഉള്ളതും കുറേ പ്ലീറ്റ്സൊക്കെ ഇട്ടിട്ടുള്ള തുണികളൊക്കെ അല്ലേ. അപ്പം ഇങ്ങനെയുള്ളൊരു തുണി എടുത്തിട്ട് നമുക്ക് ആ യോക്ക് ഭാഗം എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ യോക്ക് ഭാഗം കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചുട്ടിക്കുട്ടിയൊക്കെ ഇട്ടേക്കുക, നമുക്ക് നൂത്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ബാലൻസ് ഉള്ള ഭാഗത്ത് നിന്നിട്ട് ഒരു 2 ഇഞ്ചിലോ 2.5 ഇഞ്ചിലോ 3 ഇഞ്ചിലോ നമ്മൾ എടുക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ ഒക്കെ അനുസരിച്ചൊക്കെ ആയാലും മതി. അങ്ങനെ ഇലാസ്റ്റിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇത് ഒന്നിച്ച് കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വൃത്തിയായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഈ നേരെ ജോയിനൊക്കെ വെട്ടിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറിയിരിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. ഈ നൂല് പോലൊക്കെ കിടക്കുന്നില്ലേ, അതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതിന് ശേഷം നമ്മൾ ബാക്കി വെട്ടി വെച്ചിരുന്ന സ്കർട്ടിൻ്റെ ഭാഗം ഇല്ലേ, ആ താഴോട്ടുള്ളത് കുറേ ഫ്രില്ലൊക്കെ ഉണ്ടായിരുന്നതൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫ്രില്ലൊക്കെ പോയിട്ടുണ്ട്. അപ്പം ആ ഫ്രില്ലൊക്കെ പോയതൊക്കെ, അതുപോലെ തന്നെ ഈ പ്ലീറ്റ്സൊക്കെ ആണെങ്കിൽ അഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ പ്ലീറ്റ്സൊക്കെ അഴിഞ്ഞു പോയത് എല്ലാം നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഈ പ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറേ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ അഴിഞ്ഞൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പം കുറേയൊക്കെ പോയിട്ടുണ്ട്. അഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് കിട്ടും. മെനക്കെടാൻ വയ്യാത്തത് കൊണ്ട് കട്ട് ചെയ്തെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്ലീറ്റൊക്കെ ഒന്നിട്ട് ഇതെല്ലാം ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് വൃത്തിയായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അങ്ങനെ നമുക്ക് പ്ലീറ്റൊക്കെ ഒന്ന് ലെവലൊക്കെ ചെയ്ത് കൊടുത്ത് അത് തയ്ച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ നമ്മൾ മുമ്പേ വെട്ടി വെച്ച പീസില്ലേ, ആ പീസ് നമുക്കിതിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനകത്താണെങ്കിൽ ഇലാസ്റ്റിക്കോ അല്ലെന്നുണ്ടെങ്കിൽ വള്ളി എന്തെങ്കിലും ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ടൊക്കെ തയ്ച്ചൊക്കെ എടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഒരു ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇനി പൊട്ടിപ്പോവുകയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇളകിപ്പോയ പ്ലീറ്റ്സൊക്കെ ഞാൻ ഇട്ടൊക്കെ കൊടുത്ത്, എന്നിട്ട് അത് എന്ത് ചെയ്യണം, നമ്മൾ സൈഡ് ജോയിൻറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇളക്കി ഈ പ്ലീറ്റ്സൊക്കെ ഇടാൻ നേരത്തൊക്കെ അതങ്ങ് കുറേയൊക്കെ പോയി കാണുമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയായിട്ടൊക്കെ ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ വെട്ടി വെച്ചേക്കുന്ന പീസില്ലായിരുന്നു, ആ പീസ് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്ത് വള്ളി ഇട്ടു. ഇലാസ്റ്റിക് വെക്കാൻ നോക്കിയപ്പം ഇലാസ്റ്റിക് എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലാണെങ്കിൽ ഒരു വള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ട് എൻ്റെ പാവാട ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. വീഡിയോയ്ക്കൊന്നും വലിയ ക്ലാരിറ്റി ഒന്നും കാണത്തില്ല കേട്ടോ, അതൊക്കെ നമുക്ക് പോകെ പോകെ ശരിയാക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മെഷീൻ ഇല്ലാത്തവർ കൈത്തയ്യൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. താങ്ക് യു.